നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട്, അപ്പം വീട്ടിലെല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അമ്മയൊക്കെ കിടപ്പിലായിപ്പോയി. അപ്പോൾ പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്യണമെങ്കിൽ അമ്മ വേണമല്ലോ. അപ്പോൾ അമ്മ കിടപ്പിലായിപ്പോയി. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര ചൂട്, പുറത്തൊന്നും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാ, നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടാണ്. പിന്നെ ചൂട് മാറണേ ഒരു 5 മണി 5:30 സമയമൊക്കെ കഴിയും. അപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ, പിന്നെ ലൈറ്റ് പോകും. അപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരിതായിരുന്നു. പിന്നെ ഇപ്പം ഇവരുടെ പനിയൊക്കെ കഴിഞ്ഞ് അമ്മയൊക്കെ ഒന്ന് എണീറ്റു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് വിചാരിച്ചു. ഇന്നെന്തോ വീഡിയോ ചെയ്യുന്നത്? ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യലാണ്, ഒരു ഔഷധ സസ്യമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തുവാ കൊടങ്ങൽ കൊണ്ട് അപ്പം. എനിക്ക് കൊടങ്ങലെന്ന് കേട്ടിട്ടേ ഉള്ളൂ, പിന്നെ ഇവിടെയൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ അമ്മ അപ്പം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. പേരേ ഉള്ളൂ കേട്ടോ, അപ്പം അല്ലേ? ഈ കൊടങ്ങലും കൊണ്ട് വട്ടയപ്പം പോലെ അതും ഉണ്ടാക്കാം. വട്ടയപ്പം അതും ഉണ്ടാക്കാം. ഇത് നെയ്യപ്പം ഞാൻ ഉണ്ടാക്കുന്നത്. എന്തോ ആയാലും ഉണ്ട്. നെയ്യപ്പം ആണേലും അപ്പമാണല്ലോ. എന്തായാലും കൊടങ്ങലപ്പം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ചു അതിന്റെ വീഡിയോ ഒന്ന് എടുത്ത് നമ്മുടെ ആൾക്കാരെയും കൂടെ കാണിച്ചേക്കാന്നല്ലേ. നമ്മൾ തന്നെ തിന്നുന്നത് ശരിയല്ലല്ലോ, നിങ്ങൾക്ക് കൂടെ തരണമല്ലോ. ഇപ്പൊ എല്ലാവർക്കും കൊടുക്കുക. അപ്പം നമ്മൾ കൊടങ്ങൽ പറിക്കാൻ പോവാ. കൊടങ്ങൽ പറിക്കാം. കാടാണോ കൊടങ്ങലാണോ? അത് മൊത്തം കൊടങ്ങലാണോ അമ്മേ? കൊടങ്ങലാന്ന് പറഞ്ഞ് കുറെ കാടും പടലും ഒക്കെ പറിച്ച് അമ്മ ഇടുന്നുണ്ട്. ഇതാണോ അമ്മേ കൊടങ്ങൽ? കൊടങ്ങൽ എന്തുവാന്ന് അറിയാമെങ്കിലല്ലയോ നീ പറയുന്നത്. നിനക്കറിയത്തില്ലല്ലോ കൊടങ്ങൽ എന്തുവാന്ന്. ഇതാ കൊടങ്ങൽ. ഈ കൊടങ്ങൽ കൊണ്ട് എന്തേലും ഗുണമുണ്ടോ? ഈ കൊടങ്ങൽ എന്ന് പറയുന്നതേ ഗുണമാണ്, മൊത്തം ഗുണമുള്ള സാധനം. പിന്നെ ദിവസവും 3 ഇല വീതം കഴിച്ചാൽ, പഠിക്കുന്ന പിള്ളേർ കഴിച്ചാൽ അവർക്ക് ബുദ്ധി നല്ലപോലെ കൂടും. പഠിക്കുന്ന പിള്ളേർ ഇത് ഒരു സൈസ് ഇതിന്റെ പഠിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ ആർക്കായാലും, പഠിക്കാത്ത പിള്ളേർ കഴിക്കണം, അന്നേരം ബുദ്ധി കൂടും. അപ്പൊ എന്തെങ്കിലും ഗുണം വരുമല്ലോ അതുകൊണ്ട്, ഇല്ലയോ? പിന്നെ ഇത് നമുക്ക് അത്യാവശ്യം ബുദ്ധി ഇല്ലയോ? പിന്നെ നമുക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് നമ്മളത് കഴിച്ചിട്ടില്ല. ആര് പറഞ്ഞു? നിനക്ക് ഞാൻ കൊച്ചുനാളിലൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണോ ഇതിന് ഇത്രയും ബുദ്ധി? അതെ, ഇത് ബ്രഹ്മി എന്നാ പറയുന്നത്. പക്ഷെ ഒറിജിനൽ ബ്രഹ്മി ഇതല്ല. പക്ഷെ ഇത് ഒരു ബ്രഹ്മി എന്ന് പറയും. പിന്നെ ഇത് നാഡികൾക്ക്, ആമാശയത്തിന്, ലിവറിന്, പിന്നെ അത് കഴിഞ്ഞ് വയറിലെ അസുഖങ്ങൾക്ക് എല്ലാത്തിനും നല്ലതായിരുന്നു. ഓവർ കഴിക്കരുത്. ഇത്ര മതിയോ? ഇത്രയും മതി. എന്തായാലും കുടങ്ങൽ പറിക്കാൻ പോയി എനിക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ട് കിട്ടി. ഇഷ്ടംപോലെ. എത്ര എണ്ണം വന്നു നോക്കി. കളർ മാച്ചല്ലേ? അതെ. കഴുകി വൃത്തിയാക്കി ഇതിന്റെ കൂടെ അരിയും കൂടെ ഇച്ചിരി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, പച്ചരി. അതും കൂടെ അരയ്ക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ അതാണ്ട് നമ്മൾ അതിനാവശ്യമുള്ള അരി എടുത്ത് മിക്സിക്കകത്ത് ഇട്ടു. ഇനിയും താണ്ട് ഇത്ര ഇല കണ്ടല്ലോ. ബാക്കി മറ്റേ ഇലയാ വേണ്ടത്. മെയിനായിട്ട് വേണ്ടത്, ഇതിന് വേണ്ടത് നമുക്ക് ഇലയാ. മറ്റേ ഇല കൂടുതലായിരിക്കോ? കുഴപ്പമില്ല, എന്നാലും ഇല ഇച്ചിരി കൂടുതൽ ഇരുന്നോട്ടെ. ഇലയുടെ ഫ്ലേവർ വരണമല്ലോ. ഒരു കയ്പായിരിക്കും, അമ്മ തന്നെ തിന്നേണ്ടി വരുമെന്നാ തോന്നുന്നു. അടച്ച് അരയ്ക്കാൻ പോവാ. വേണേ അരയ്ക്കാം. ശർക്കര പാവ് കാച്ചി വെച്ചിരുന്നു എടുക്കുക. ഇത് നാഴി അരി ഇല്ല. അമ്മ ഒരു നമുക്കൊക്കെ ഇഷ്ടപ്പെടുവോന്ന് അറിയത്തില്ലല്ലോ, ഒത്തിരി ഉണ്ടാക്കിയ. അതെ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ എന്തോ അതിന് കുഴപ്പമില്ലല്ലോ. 2-3 ഏലക്കായും കൂടി ഇട്ടുക. അതിന്റെ ഇനിയിപ്പോ അരച്ചങ്ങ് എടുത്താൽ മതി. എല്ലാം നല്ലപോലെ അരഞ്ഞ് സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇത് എല്ലാം ഒരു പാത്രത്തിലോട്ട് എടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു കുറച്ച് നേരം മതി. ഒരു 10 മിനിറ്റ് മതി. ഇനി ഞാൻ ഇത് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കുക. കണ്ടോ? ഇതിനി ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുണ്ടോ നോക്കി, ആവശ്യത്തിന് മധുരവും കൂടെ ചേർത്ത് കലക്കി 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണ അങ്ങോട്ട് ചൂടാക്കി അതിൻ്റെ അകത്തോട്ട് കോരി ഒഴിക്കുക. അപ്പോൾ എന്തോ ആവും? കൊടങ്ങൽ നെയ്യപ്പം. റെസ്റ്റ് ചെയ്യട്ടെ. ഞാൻ തേങ്ങ നെയ്ക്കകത്ത് വറുത്ത് ചെയ്ത് അത് വറുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടുക.
എണ്ണ ഒഴിച്ച് ഇനി അങ്ങ് എടുക്കാം. അപ്പം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു നല്ലപോലെ ചൂടായി. ഇനിയും ഇത് നമുക്ക് കുറേശ്ശെ അങ്ങോട്ട് ഒഴിക്കാം. ഓക്കെ ഉണ്ട്. നീ തിന്നിട്ടുണ്ടോടി? ഞാൻ തിന്നിട്ടില്ല ഇമാതിരി സാധനങ്ങളൊന്നും. കണ്ടോ? അപ്പം ആയിട്ടുണ്ടല്ലേ? അതെ, അമ്മയോട് അടുത്ത സെറ്റ് ഉണ്ടാക്കുമായിരിക്കും. ഒന്ന് ആറിയിട്ട് നമുക്ക് തിന്ന് നോക്കാം. അതെ. അപ്പോൾ നമ്മുടെ കുടങ്ങലപ്പം ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ട് തിന്നു. എന്ത് വേണം? ഇലയുടെ രുചിയുണ്ടോ? എടുത്തറിയാനൊന്നുമില്ല. അത്രയും ഇല ഇട്ടേ. കൊള്ളാം കേട്ടോ. എല്ലാം ഇട്ട് കണ്ടോ? ഇതാ പറഞ്ഞു. ഇതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇനിയും പഠിക്കുന്ന എല്ലാ പരീക്ഷയും എഴുതിയെടുക്കാം. അയ്യോ, അപ്പൊ നമ്മളൊരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ വീഡിയോ കണ്ടിട്ട് വേറെ ഉള്ളവരെല്ലാം പഠിച്ചത് എഴുതി കഴിഞ്ഞാൽ അവർക്കെല്ലാം എല്ലാവരും ജയിക്കട്ടെ. എല്ലാരും മണ്ടേ വന്നാലല്ലേ റാങ്ക്, നമുക്ക് ആദ്യം വന്നാലല്ലേ ജോലി കിട്ടും. അത് കുഴപ്പമില്ല. എന്തായാലും അമ്മയുടെ കുടങ്ങലപ്പം കൊള്ളാം. കണ്ടോ? ഇപ്പൊ കണ്ടോ? അമ്മയോട് തിന്ന് നോക്കാം. അമ്മ ഒരു സംഭവം. പക്ഷെ ഇടയ്ക്ക് അവിടെ ഇലയുടെ രുചിയുണ്ടോ? ഇലയല്ല, നമുക്കറിയാം ഇലയ്ക്കൊരു കയ്പ്പ് കാണുമല്ലോ, അത് അവിടെ അറിയാം. പക്ഷെ മധുരം കറക്റ്റ് ആയതുകൊണ്ട് തിന്നാൻ നല്ല രസമുണ്ട്. നല്ല ക്രിസ്പി. രാത്രി കിടക്കാൻ നേരമായി തിന്നണ്ട. ഇതിപ്പോ രാത്രി കിടക്കുന്നവരെ ഇവിടെ ഇരിക്കത്തില്ല. തിന്നേച്ച് കയറി കിടക്കുക. സംഭവം ഇതുപോലത്തെ ഓരോ സാധനം. അതുകൊണ്ട് ഇതെല്ലാവരും അവരവരുടെ വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിള്ളേരൊക്കെ ഉള്ളവർക്ക് ഇതുണ്ടാക്കി കൊടുത്താൽ നല്ലതാ കുഞ്ഞുങ്ങൾക്ക്. അതും പെട്ടെന്ന് ഒന്നും പറയണ്ട. ഇച്ചിരി അരി ഇട്ട് വെച്ചു, ഇല വറച്ചു, കഴുകി മിക്സി ഇട്ട് വരച്ചു. എന്ന് വെച്ചാൽ നമ്മളിപ്പോ നിസാര ഏത്തക്കാപ്പം ഉണ്ടാക്കുന്ന എടുത്തപ്പോ തന്നെ ഒത്തിരി സമയം എടുത്തു. പക്ഷെ ഇത് അത്രയും പോലും എഫേർട്ട് ഇല്ല. എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ? നല്ലല്ലേ? ഓക്കെ. അപ്പം നമ്മള് ഇതുപോലത്തെ അമ്മയുടെ ഏതെങ്കിലും പൊടിക്കൈകളുമായിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാം. ബൈ. ഓക്കെ.